നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 13 വർഷങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർ ക്ലബിനായി ഗോളടിച്ചു. സാന്റോസിന്റെ ആരാധകർ വലിയ സന്തോഷത്തിലാണ്. അവരുടെ പ്രിൻസ് മടങ്ങിയെത്തിയത് ഗോൾ കൊണ്ട് മടങ്ങിയെത്തിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, അവരുടെ കിങ് ആയിട്ട് അവരെപ്പോഴും കാണുന്നത് പെലെയാണ്. നെയ്മറെ അവർ പ്രിൻസ് ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹം മടങ്ങിയെത്തി. 4ാമത്തെ കളിയിലാണ് ആദ്യ ഗോളും അസിസ്റ്റും വരുന്നത്. സാന്റോസ് വേഴ്സസ് അഗ്വാ സാന്റ കൊമ്പനാറ്റോ പൗലിസ്റ്റ മത്സരത്തിൽ നെയ്മർ പെനാൽറ്റിയിലൂടെയാണ് ഗോൾ കണ്ടെത്തിയത്. പിന്നെ ഗുയർമയുടെ ഗോളിന് അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റും. എന്തായാലും 13 വർഷങ്ങൾക്ക് ശേഷമുള്ള ഗോൾ ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം അവർക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ ഗോൾ അടിച്ചത് 2013-ലാണ്. അദ്ദേഹം 2009 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ 225 ഒഫീഷ്യൽ മാച്ചസ് കളിച്ചിട്ടുണ്ട്. 138 ഗോളുകളും അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ഗോൾ വരുന്നത് 2013 ഏപ്രിൽ 17 ഒരു കോപ്പ ഡു ബ്രസീൽ മത്സരത്തിൽ ഫ്ലമിംഗോക്കെതിരെയായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വക ഗോൾ വരുന്നത്. ആരാധകർ സന്തോഷത്തിലേക്ക് പോവാൻ ഇതിൽ പരം എന്തു വേണം? ഇപ്പോൾ നെയ്മറുടെ മൊത്തം പ്രകടനത്തിൻ്റെ കണക്കുകൾ അവർക്ക് വേണ്ടി എല്ലാ മത്സരങ്ങൾ കൂടി എടുത്താൽ, അതായത് കഴിഞ്ഞ സ്റ്റിൻഡും ഈ സ്റ്റിൻഡും ഒക്കെ എടുത്താൽ 234 മത്സരങ്ങൾ, 139 ഗോളുകൾ, 67 അസിസ്റ്റുകൾ, അതായത് 206 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് 234 മത്സരങ്ങളിൽ നിന്ന് നെയ്മർ അവർക്ക് വേണ്ടി നേടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ ഈ മത്സരത്തിൽ 85 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ, ഓരോ കളിയിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്. ആദ്യ കളി ബൂട്ടോഫാഗോ എസ്പിക്കെതിരെ 45 മിനിറ്റ് കളിക്കളത്തിൽ, പിന്നെ നോവറ സെന്റോനിക്കെതിരെ 75 മിനിറ്റ് കളിക്കളത്തിൽ, കൊറിന്ത്യൻസിനെതിരെ 68 മിനിറ്റ് കളിക്കളത്തിൽ, ഇപ്പോൾ 85 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം 100% ഫിറ്റ്നസിനോട് അടുക്കുന്നു. അത് ബ്രസീലിയൻ ടീമിനും സന്തോഷം പകരുന്ന കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.